നമ്മൾ ഇന്നത്തെ പരിശോധിക്കുന്നത് ഇപ്പോൾ മഴക്കാലമാണ്. നമുക്കറിയാൻ സാധിക്കും കേരളത്തിൽ പലയിടത്തും പ്രളയമാണ്, പലയിടത്തും പേമാരിയായിട്ട് മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കുറേ ആളുകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ പരിശോധിക്കുന്നത് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ വീട് വെള്ളത്തിലാണ്, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ ഫോൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം എപ്പോഴാണ് നമുക്ക് അപകടം വരികയെന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നമുക്ക് ആദ്യം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. 112 എന്നുള്ള ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്പ് കിട്ടും. 112 ഇന്ത്യ എന്നുള്ള ഈ ഒരു ആപ്പ് കിട്ടും. ഇതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് താഴെ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. താഴെ നിങ്ങളുടെ ലൊക്കേഷൻ, നമ്മൾ കേരളമാണ് കൊടുക്കേണ്ടത്, കേരളം കൊടുക്കുക. താഴെ കാണുന്ന ജനറേറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഒരു ഭാഗം വരും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുത്ത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ മതി. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് കാണും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോ എന്ന് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അലോ എന്ന് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ വരുന്ന നോട്ടിഫിക്കേഷനും, അതുപോലെ നമ്മൾ ഏതെങ്കിലും ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ പോലീസിനൊക്കെ ഇതിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമുക്ക് ആവശ്യമുള്ളത് താഴെ ഭാഗത്താണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകം പോലീസിലേക്ക് വിളിക്കാനുള്ള ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്, ഫയർഫോഴ്സിനെ വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മെഡിക്കൽ ടീമിനെ വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വുമൻസ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വിളിക്കാനുള്ളത്, ചൈൽഡ് കുട്ടികൾക്ക് വേണ്ടതുള്ളതുണ്ട്, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോലീസിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ പോകും. അപ്പോൾ ഞാനിവിടെ പോലീസ് എന്ന് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചാൽ അത് അവിടെ കാണാൻ സാധിക്കും 432 നമ്പർ ഇങ്ങനെ മാറി മറിഞ്ഞ്. ഇപ്പോൾ 5 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 4 3 2 1 0 കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോള് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യും. നിങ്ങളുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണോ പ്രയാസം അവരോട് പറയാൻ സാധിക്കും. ഇനി ഫയർഫോഴ്സിലേക്കാണെങ്കിൽ അങ്ങനെ തൊട്ടടുത്ത് ഫയർഫോഴ്സ് എന്ന് കാണും. ജസ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇത്തരത്തിൽ കോളിങ്ങനെ സെക്കൻഡുകൾ മറിഞ്ഞ് ജസ്റ്റ് കോളിലേക്ക് പോകും. നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡയലർ ടൈപ്പ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഏതാണോ വേണ്ടത് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് കോൾ പോകും. നമുക്കിപ്പോൾ ഒരു അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്, നമ്പർ എടുത്ത് ടൈപ്പ് ചെയ്യാൻ നമുക്ക് കഴിയില്ല, അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന സമയത്ത് ജസ്റ്റ് ഈ ആപ്പ് നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഏതിലേക്കാണോ വിളിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് അവർക്ക് കിട്ടും. ആ ലൊക്കേഷനിലേക്ക് അവർ കൃത്യമായിട്ട് എത്താൻ സാധിക്കും.